നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെകളിലുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 25, 2025 തിങ്കൾ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ അവസാന വീക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ജാക്സ് ഹോളിലെ ഫെഡിന്റെ വാർഷിക യോഗത്തിന്റെ ഭാഗമായി ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ചിന് മുന്നോടിയായിട്ട് വെള്ളിയാഴ്ചയിൽ തുടർച്ചയായി 6 ട്രേഡിംഗ് സെക്ഷൻ ഉണ്ടാക്കിയ നേട്ടത്തിന് ശേഷം നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. തൽഫലമായി തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നിഫ്റ്റിക്ക് നേടാനായ നേട്ടങ്ങളൊക്കെ നിലനിർത്താനാകാതെ നഷ്ടമാകുന്ന കാഴ്ചയും ദൃശ്യമാവുകയുണ്ടായി. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെക്ഷനോടുകൂടി പതിവ് പോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1622.52 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തന്നെ നടത്തുക ഉണ്ടായത്. അതേസമയം പതിവിന് വിപരീതമായി ജൂലൈ 4 ശേഷം ഈ മാസം ആദ്യമായിട്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ 329.25 കോടി രൂപയ്ക്കും സെല്ലിംഗ് നടത്തുകയുണ്ടായി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഫെഡ് ചെയർമാന്റെ ജാക്ക് ഹോളിലെ സ്പീച്ച് വന്നതിനെ തുടർന്ന് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഒക്കെ 840 പോയിന്റുകളുടെ റാലി നടത്തി. തൽഫലമായി ഗിഫ്റ്റ് നിഫ്റ്റിക്കും 121 പോയിന്റുകളുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 25,000 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയും ദൃശ്യമായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും ഒക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയിൽ ഒരു റീബൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. 25,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് മുൻപോട്ടൊരു പ്രയാണം നിഫ്റ്റിയിൽ സാധ്യമാവുകയാണെങ്കിൽ 25,150 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പർ സൈഡിലേക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. അതേസമയം വെള്ളിയാഴ്ചത്തെ നിഫ്റ്റിയുടെ ലോയായ 24,850 എന്ന ലെവലിലാണ് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 24,850 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ GST റിഫോംസുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നമുക്ക് ലഭിച്ച ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഏരിയയുടെ താഴേക്ക് നിഫ്റ്റി പതിക്കാൻ സാധ്യതകൾ ഏറെയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുക ഉണ്ടായത്. മാത്രമല്ല ഒത്തിരിയേറെ ഘടകങ്ങൾ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ഉച്ചയ്ക്ക് 1:30 ജർമ്മനിയിൽ നിന്നും ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ് ഡാറ്റ ഓഗസ്റ്റ് മാസത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADR, HDFC ബാങ്ക്, ICIC ബാങ്ക് ADRകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ്, ഇൻഫോസിസ്, വിപ്രോ ADRകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ചത്തെ റാലിയുടെ ഫലമായി US മാർക്കറ്റിൽ S&P 500 അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുണ്ടായി. മാത്രമല്ല 1.5% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ നാസ്ഡാക്കിന് 1.9% നേട്ടം കൈവരിക്കുവാനുമായി. 849 പോയിന്റുകൾ കൈവരിച്ച യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ 11 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ചത്തെ റാലിയോടുകൂടി 5 മാസത്തെ ഏറ്റവും ഉയർന്ന രീതിയിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ യൂറോപ്യൻ മാർക്കറ്റ്സുകൾക്ക് സാധിക്കുകയുണ്ടായി. തൽഫലമായി 3 യൂറോപ്യൻ മാർക്കറ്റ്സുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകൾ 0.8% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും നേരിയ ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിൽ നേരിയ ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.61 എന്ന നിലയിൽ ബെയറിഷ് ആയിട്ട് നിലകൊള്ളുന്നു. മാക്സ് പെയിൻ 24,950 എന്ന നിലയിലും. വെള്ളിയാഴ്ചത്തെ ഫോളിന്റെ ഫലമായിട്ട് ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നതെങ്കിലും എന്നിരുന്നാൽ കൂടിയും വെള്ളിയാഴ്ച നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ മൂവിംഗ് ആവറേജുകളുടെയും മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് തന്നെയാണ്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ദൃശ്യമാകുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് ദൃശ്യമാകുന്നതെങ്കിൽ 24,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.52 എന്ന
നിലയിൽ അൾട്രാ ബെയറിഷ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. മാക്സ് പെയിൻ 55,500 എന്ന ലെവലിലും. വെള്ളിയാഴ്ച ഉണ്ടായ ഫോളിന്റെ ഫലമായിട്ട് ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ദൃശ്യമാകുന്നത്. മാത്രമല്ല വെള്ളിയാഴ്ചത്തെ ഫോളോടുകൂടി നിലവിൽ ബാങ്ക് നിഫ്റ്റി ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസുകളായ 10, 20 ഡേ ഇഎംഐകളുടെയും മിഡ് ടേം മൂവിംഗ് ആവറേജ് ആയ 50 ഡേ ഇഎംഐയുടെയും താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റി അതിന്റെ 100 ഡേ ഇഎംഐയുടെ അടുത്തേക്ക് അടുക്കുന്നുണ്ട് 55,000 എന്ന ലെവലിലേക്ക്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 55,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ ലോ ആയ 54,900 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് അതിപ്രധാനമാണ്. ഈ ലെവലിൽ കൂടി ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബിയേഴ്സ് സ്ട്രെങ്തൻ ആകാനുള്ള സാധ്യതകളും ഏറെയാണ്. മന്ത്ലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാൻ സാധിക്കുന്നതെങ്കിൽ 54,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ ദൃശ്യമാകുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് ബനാറസ് ലോക്കോമോട്ടീവിന്റെ വർക്കുകളുമായി ബന്ധപ്പെട്ട് 91.12 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, രാജസ്ഥാൻ സ്കിൽ ആൻഡ് ലൈവ്ലിഹുഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും 13.16 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ബ്രിഗേഡ് എന്റർപ്രൈസസ് 9.33 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഡെവലപ്മെന്റ് ഏരിയയോടുകൂടി 950 കോടി രൂപ റവന്യൂ പൊട്ടൻഷ്യലുള്ള പ്രൊജക്ട് കമ്പനി ബ്രിഗേഡ് ലേക്ക് റെസ്റ്റ് എന്ന പേരിൽ ബംഗളൂരുവിൽ ലോഞ്ച് ചെയ്തു എന്നുള്ള വാർത്തകൾ. ഇന്റർആർച്ച് ബിൽഡിംഗ് സൊല്യൂഷൻസ് റുൻകട്ട മൈൻസിന്റെ ഭാഗത്ത് നിന്നും പ്രീ എഞ്ചിനീയർഡ് സ്റ്റീൽ ബിൽഡിംഗ് സിസ്റ്റത്തിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട് 90 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഇൻഡുസിൻഡ് ബാങ്ക് ഇന്നു മുതൽ രാജീവ് ആനന്ദ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് ചാർജ് എടുക്കും. ടിവിഎസ് മോട്ടോഴ്സ് വേണു ശ്രീനിവാസനെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഡയറക്ടറായിട്ട് റീ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള ന്യൂസുകൾ. GMR പവർ ആൻഡ് urban ഇൻഫ്ര 3000 കോടി രൂപ ഫണ്ട് റേസിംഗിനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.